എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും വിദ്യാവേദി സ്വാഗതം ചെയ്യുകയാണ്. കേട്ടിട്ടിലെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. നമ്മുടെ നമ്പർ ഇതിൽ ഇട്ടേക്കുന്നത് കൊണ്ട് നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലാതെ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ തരാൻ നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ നിലവിൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കുറച്ച് പുതിയ അപ്ഡേഷൻസ് നമ്മുടെ കേട്ടിട്ട് പരീക്ഷയുടെ അപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ അപേക്ഷകൾ കൊടുക്കുന്നതിൻ്റെ അകത്തുള്ള അപ്ഡേഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ആദ്യമായിട്ട് പറയാം, ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ ഫെബ്രുവരി 2026 പരീക്ഷ എന്ന് പറയുന്നത് സർവീസിലുള്ള അധ്യാപകർ, അനധ്യാപകർ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിജ്ഞാപനമാണ്. ഇത് ബാക്കിയുള്ള സർവീസിലില്ലാത്ത അധ്യാപകർക്കോ അല്ലെങ്കിൽ പുതുതായിട്ട് പഠിച്ചിറങ്ങിയ ആൾക്കാർക്കോ ഒന്നും ഇതിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല. അതുപോലെ തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2025-26 അധ്യയന വർഷം വരെ നിയമനം ലഭിച്ച അധ്യാപകർക്കും ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ ലഭിക്കേണ്ട അനധ്യാപക ജീവനക്കാർക്കും അതാത് കാറ്റഗറിയിലുള്ള കേട്ടറ്റ് യോഗ്യത നേടുന്നതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ അതാത് കാറ്റഗറിയിലുള്ള കേട്ടറ്റ് യോഗ്യത നേടുന്നതിന് എന്ന് പറഞ്ഞിരുന്നാലും നമുക്ക് ശരിക്കും നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഒന്നിലധികം കാറ്റഗറികൾക്ക് അപേക്ഷിക്കാവുന്നത് കൊണ്ടും ഇപ്പോൾ കാറ്റഗറി 1 അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് LP അതുപോലെ തന്നെ UP നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാറ്റഗറി 3 ഉണ്ടെങ്കിൽ കാറ്റഗറി 2 വേണ്ട എന്നുള്ള മാനദണ്ഡം ഇപ്പോഴും നിലവിൽ തുടരാവുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കാറ്റഗറി 2 ഉള്ള ആൾക്ക് ഇപ്പോൾ ഈ പറയുന്ന 3 ഉള്ള ഒരാളാണ് ഇപ്പോൾ UP പഠിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് അതാത് കാറ്റഗറിയിൽ വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ കേട്ടിട്ട് 2 എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ 2 നേടിയെടുക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി 1 ഇപ്പോൾ LP UP നിയമനങ്ങൾക്ക് കാറ്റഗറി 1 or 2 ഏതെങ്കിലും മതി. ഇപ്പം LP പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും UP പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും അധ്യാപികയാണെങ്കിലും ഇതിലേതെങ്കിലും ഒരു യോഗ്യത നേടുക എന്നുള്ളത് മാത്രമാണ് പറയുന്നുള്ളൂ, അല്ലേ? നമ്മുടെ ഉത്തരവ് പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ മനസ്സിലാക്കുന്ന തരത്തിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പാസ്സായാൽ മതി. അതുകൊണ്ടായിരിക്കാം നമുക്ക് 2 എണ്ണം അപേക്ഷിക്കാനുള്ള അവസരവും തന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടാൻ പോകുന്ന പ്രൊമോഷന് വേണ്ടിയിട്ട് കാറ്റഗറി 3 എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ കാറ്റഗറി 4 നിന്നും കാറ്റഗറി 3 എഴുതാൻ പറ്റുമോ, കാറ്റഗറി 2 നിന്നും കാറ്റഗറി 4, അതൊക്കെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അനധ്യാപക ജീവനക്കാർക്കും പ്രൊമോഷൻ ലഭിക്കേണ്ട അനധ്യാപക ജീവനക്കാർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് ജീവനക്കാർക്ക്, അധ്യാപകർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ ലഭിക്കേണ്ട അനധ്യാപക ജീവനക്കാർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധ്യാപകർക്ക് പ്രൊമോഷന് വേണ്ടി എന്ന് ഈ ഓർഡറിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് യുക്തിപരമായിട്ട് ചിന്തിച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ നമ്മളോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ പലരും പല യോഗ്യതകളും ഈ പറയുന്ന പോലെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ പറയില്ല. നമുക്ക് പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കേട്ടറ്റിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ ധൈര്യമായിട്ട് വിളിക്കാമല്ലോ. അതിൽ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾ എന്നെയല്ല വിളിക്കേണ്ടത്. നമ്മളിവിടെ കേട്ടറ്റ് പഠിപ്പിക്കുന്ന പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനം, ഒരു പരിശീലന സ്ഥാപനം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പരിശീലന പരിപാടിക്കല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരീക്ഷാ ഭവനെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സംശയം എന്താണോ ഉള്ളത് അത് നിങ്ങൾ പരിഹരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ്, നിയമനം ലഭിച്ച 2025-26 അധ്യയന വർഷം വരെ നിയമനം ലഭിച്ച അധ്യാപകർക്കും ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ ലഭിക്കേണ്ട അനധ്യാപക ജീവനക്കാർക്കും അതാത് കാറ്റഗറിയിലുള്ള, അപ്പോൾ LP പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് അധിക യോഗ്യത ഉണ്ടെങ്കിൽ കേട്ടിട്ട് 1 or 2 or 2 എഴുതാം. അതുകൊണ്ടാണല്ലോ നമുക്ക് 2 എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. അല്ലാതെ അവരങ്ങനെ അറിയത്തില്ലാതെ ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഇത്രയും ദിവസമായിട്ട് നമുക്കങ്ങനെ ചെയ്തവരും ഉണ്ട്, ഇനി ചെയ്യാനിരിക്കുന്നവരും ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അത് നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അതുപോലെ മറ്റൊരു പ്രത്യേക അപ്ഡേഷനാണ് എന്ന് പറയുന്നത് എന്താണ്, 16/3/2026 എന്താണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. 16/3/2026 പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം തെറ്റുകൾ വല്ലതും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരവും എന്തുണ്ട്, ഇതിൻ്റെ അകത്തുണ്ടായിരിക്കുന്നതാണ്. ഈ കാലയളവിൻ്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറുക,
നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐഡിയും കൊടുത്തതിന് ശേഷം അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ തിരുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തിരുത്താം. അപ്പോൾ ചിലർ ചോദിക്കും കാറ്റഗറി 1 ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് 2 കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റിയല്ല. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിൽ ബഹുമാനപ്പെട്ട പരീക്ഷാ ഭവനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്, നിങ്ങളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ഒന്നിലധികം കാറ്റഗറികൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനായിട്ട് തന്നെ കൊടുക്കണം. നിങ്ങൾക്ക് തോന്നുന്ന പോലെ 2 or 3 ആയിട്ട് കൊടുക്കാൻ പറ്റൂല എന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 16/3/2026 വരെ നമുക്ക് സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വിദ്യാവീഥി ഒരു കേറ്ററ്റ് പരിശീലന ക്ലാസ് ഇതിന് വേണ്ടിയിട്ട് ആരംഭിക്കും എന്ന് March 10 എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മാർച്ചിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാച്ച് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കേറ്ററ്റ് കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം മാത്രമാണ് നമ്മൾ പരിശീലനം നൽകുന്നത്. ഇതിൻ്റെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് 17 മുതലാക്കുകയാണ്. കാരണം 16-ാം തീയതി വരെ നമുക്ക് സമയം നീട്ടിയിരിക്കുന്നതുകൊണ്ട് March 17-നായിരിക്കും നമ്മുടെ ഈ ക്ലാസ് നമ്മൾ ആരംഭിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം, ഇത് ഒരു പൂർണ്ണമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സാണ്. നമ്മൾ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകൾ നടത്തും. അത് നിങ്ങൾക്ക് ഓരോ വിഷയവും കൃത്യമായിട്ട് ഓരോ ടീച്ചർമാരായിട്ട് തന്നെ തകർത്ത് തിമിർത്ത് എടുത്തു തരും. നമ്മളിവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. കാരണം ഞങ്ങൾ 6 വർഷമായി ഈ രംഗത്ത് നിലനിൽക്കുന്നു. ഈ കാറ്റഗറി 1ലും കാറ്റഗറി 2ലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ മറ്റുള്ളവർ വാഗ്ദാനം ചെയ്യുന്ന പോലെയല്ല, ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുന്ന March 17 മുതൽ നിങ്ങളുടെ പരീക്ഷ എന്നാണോ, ഇപ്പോൾ നമുക്ക് മെയ് മാസം നടത്തുമെന്ന് പറഞ്ഞാൽ മെയ്യിലൊന്നും നടത്താൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നണില്ല. കാരണം തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കുകളൊക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ മെയ്യിൽ നടത്തിയാലും ജൂണിൽ നടത്തിയാലും ജൂലൈയിൽ നടത്തിയാലും ഓഗസ്റ്റിൽ നടത്തിയാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സെപ്റ്റംബറിലാണ് നടത്തുന്നതെങ്കിലും പരീക്ഷ എന്നാണോ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് നമ്മൾ ലൈവ് ക്ലാസ് തരും. അതിൻ്റെ ഫീസാണ് നമുക്ക് 5000 രൂപയാണ്. കാറ്റഗറി 1 ആയാലും കാറ്റഗറി 2 ആയാലും നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. ചെറിയൊരു ഫീസല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ലൈവ് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് PDF നോട്ട് തരുമോ? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അധ്യാപകരാണ്. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ അവർക്ക് നോട്ട് എഴുതി കൊടുക്കാറുണ്ടോ? ഇല്ല. ഞങ്ങളും അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് എഴുതി തയ്യാറാക്കി തരില്ല. ക്ലാസ്സിൽ തന്നെ നിങ്ങളെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം അപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്ന് നിങ്ങളൊന്ന് എഴുതിയാലാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിയുള്ളൂ. കാരണം കുറേ PDF നോട്ടും കുറേ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷനായിട്ട് കുറേ YouTube ലിങ്കും നിങ്ങൾക്ക് തന്നതുകൊണ്ട് അതൊന്നും നിങ്ങൾ കാണാൻ പോകുന്നില്ല. അത് നമുക്കറിയാം. നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ കാണുവാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റുള്ള വീഡിയോ നമ്മൾ 2.5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അതിൽ താഴെ ഓടിച്ചിട്ട് കാണാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 മിനിറ്റുള്ള ഒരു വോയിസ് മെസ്സേജ് നമുക്ക് ഒരാൾ വാട്സാപ്പിൽ അയച്ചാൽ നമ്മളത് കേൾക്കുന്നത് വെറും 40 സെക്കൻഡ് കൊണ്ടോ 50 സെക്കൻഡ് കൊണ്ടോ മാത്രമായിരിക്കും. കാരണം നമ്മളത് 1.5-ലോ 2x-ലോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓടിച്ചിട്ട് കേൾക്കും. കാര്യം നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാറ്റഗറി 1 ഉണ്ട്. കാറ്റഗറി 1-ൽ 5 വിഷയങ്ങളാണ്. 5 വിഷയങ്ങൾക്കും 5 ടീച്ചർമാരുണ്ട്. കാറ്റഗറി 2-ലെ സോഷ്യൽ സയൻസ് ഉണ്ട്. സോഷ്യൽ സയൻസ് നമ്മൾ 4 ആയിട്ടാണ് എടുക്കുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. ഇനി അതുപോലെ തന്നെ സയൻസും മാത്സും ഉണ്ട്. അത് നമ്മൾ തിരിച്ച് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഈ ഒരു വാർത്തയും നിങ്ങൾക്ക് കുറേ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് LP സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവർക്ക് BEd യോഗ്യതയുള്ള അധ്യാപകർക്ക് കേറ്ററ്റ് കാറ്റഗറി 1 എഴുതാൻ അനുമതി പത്രത്തിൽ വന്നതാണ്. അപ്പോൾ നമുക്കിത് പ്രത്യേകമായിട്ട് നമ്മളെ കാറ്റഗറി 1 സെലക്ട് ചെയ്യുമ്പോൾ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്ത് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ വീഡിയോ ചെയ്യുന്നിടം വരെ. ഇനിയിപ്പോൾ മാറുമോ എന്നറിയത്തില്ല. ഇപ്പോൾ നമുക്കിത് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്തിന് അതർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്ത് വെക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയെല്ലാം TTCയും അല്ലെങ്കിൽ DLED DEDുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതുപോലെ ബിരുദമില്ലാത്ത UP സ്കൂളിലെ അധ്യാപകർക്ക് കാറ്റഗറി 2 എഴുതാൻ അപേക്ഷാ പോർട്ടലിൽ ക്രമീകരണം. അത് നിലവിൽ അങ്ങനെ വന്നിട്ടില്ല. അതും ഈ പറയുന്ന അതർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്നാണ് നോക്കുന്നത്. പിന്നെ March 15 മുമ്പ് ഫലം പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഫലം പ്രഖ്യാപിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിനുശേഷം ജയിക്കുന്നവരൊന്നും പിന്നെ ഈ അഡ്മിഷൻ എടുത്ത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ.
ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇനി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു തയ്യാറെടുപ്പ് വേണം, ഞങ്ങൾക്കൊരു പരിശീലനം വേണം, ഞങ്ങൾക്ക് കൈപിടിക്കാൻ ഒരാൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വിദ്യാവീതിയിൽ അഡ്മിഷൻ എടുക്കാം. വിദ്യാവീതിയുടെ ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, ഡെയിലി പരീക്ഷകൾ, പിന്നെ നിങ്ങൾക്കുള്ള ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 94 95 177 417 എന്ന നമ്പറിൽ ദയവായിട്ട് വിളിക്കുക. എത്രയും പെട്ടെന്ന്, നമുക്ക് 100 സീറ്റുകളേ ഉള്ളൂ കേട്ടോ, ഒരു ബാച്ചിൽ 100 സീറ്റുകളേ ഉള്ളൂ. ഇപ്പോൾ 100 സീറ്റുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. അപ്പം നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയൊരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അറിവുകൾ, എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഓർഡറുകൾക്കനുസരിച്ച് മാത്രമാണ് നമ്മൾ, അല്ലാതെ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെന്താണ് ഈ പറയുന്ന നിങ്ങളുടെ കുറേ പേരുടെ ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ ആരും ലൈക്കും അടിക്കേണ്ട, നിങ്ങൾ ആരും കമൻറ്റും ചെയ്യേണ്ട, നിങ്ങൾ ആരും ഇതിന് സബ്സ്ക്രൈബും ചെയ്യേണ്ട, ഒന്നും വേണ്ട. നമ്മളോടുള്ള ഫോൺ വിളികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിദ്യാവീതിയിൽ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ നമ്പർ ഓർമ്മിപ്പിക്കുന്നു: 94 95 177 417. ഈ നമ്പറിൽ വാട്സാപ്പ് കോളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഒന്നുകിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ നോർമൽ കോളിൽ വിളിക്കുക. ഇപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിലും നിങ്ങളെ അങ്ങോട്ട് തിരിച്ച് വിളിക്കും. അതിനുള്ള സേവനം നമ്മൾ നിങ്ങൾക്ക് ചെയ്യും. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതനുസരിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം നേരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.